നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ച ചോദ്യമാണ്, നമുക്കൊരു വണ്ടി എങ്ങനെയാണ് ഓഫ് ആകാതെ മുന്നോട്ട് എടുക്കേണ്ടത്? പലപ്പോഴും വണ്ടി ക്ലച്ചിൽ നിന്ന് അയച്ച് മുന്നോട്ട് എടുക്കുമ്പോഴൊക്കെ വണ്ടി ഓഫായി പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് ഒരു നിരപ്പത്താണ്. എങ്ങനെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുത്താലും ഫസ്റ്റ് ഗിയർ കൊടുത്തേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാവുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ കാലൊന്ന് ബ്രേക്കിൽ വരിക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ള് ചവിട്ടിക്കൊണ്ട് വണ്ടിയുടെ ഗിയർ നിങ്ങൾ ന്യൂട്രലാക്കുക. പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനതൊന്നും കൂടെ പറയുകയാണ്. പുതിയതായിട്ട് വീഡിയോകൾ കാണുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ഗിയർ ഒന്ന് നിങ്ങൾ ന്യൂട്രലാക്കി കൊടുക്കുക. ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കി, അതിനുശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റുക. ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി. ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ഓൾറെഡി ന്യൂട്രലാണ്, ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടിയുടെ കീ ഇട്ടു, അതിനുശേഷം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ കാല് ഓൾറെഡി ബ്രേക്കിലുണ്ട്. ഞാനിപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടുന്നു. അതിനുശേഷം വണ്ടിയുടെ ഗിയർ ലിവറിലേക്ക് വരുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി ചെയ്യേണ്ടതാണ് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കാൻ പോവുകയാണ്. മുന്നോട്ടെടുക്കുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം, മറന്നു പോകരുത്. അപ്പം ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുകയും അതോടൊപ്പം സെയിം അളവിൽ ആക്സിലറേറ്റർ കൊടുത്ത് വേണം നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കുവാൻ. ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് മാത്രം കാലയച്ച് നിങ്ങൾ വണ്ടി എടുത്ത് പഠിക്കരുത്. ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ക്ലച്ചിൽ നിന്ന് മാത്രം കാലയക്കും, ബ്രേക്കിൽ കാല് വെച്ചേക്കും. അങ്ങനെ വെച്ചാലും നിങ്ങളുടെ വണ്ടി ഓഫായി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ തുടക്കക്കാരെ വണ്ടി മുന്നോട്ടെടുക്കരുത്. വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകും. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടി വണ്ടിക്ക് റൺ ചെയ്യാത്ത ഒരവസ്ഥയിൽ നമ്മൾ നിർത്തുന്നു. അതോടൊപ്പം ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മുന്നോട്ടെടുക്കുവാനും ശ്രമിക്കുമ്പോൾ വണ്ടി കൃത്യമായിട്ടും ഓഫായി പോയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി വണ്ടി മുന്നോട്ടെടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നു. അതിനുശേഷം ആക്സിലറേറ്റർ ചെറുതായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, ഇപ്പം ഞാൻ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയാണ്. അതോടൊപ്പം തന്നെ സെയിം അളവിൽ തന്നെ ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. അതായത് ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും ആക്സിലറേറ്റർ കൊടുക്കുകയും ഒരുപോലെ ചെയ്ത് മെല്ലെ വണ്ടിക്ക് റൺ ആക്കിയെടുക്കുന്നു. ഓക്കെ, ഇപ്പം വണ്ടി ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ വണ്ടി ചെറുതായിട്ട് റൺ ചെയ്ത് തുടങ്ങി, മാക്സിമം സ്ലോയിൽ. ഇപ്പോഴും ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ വണ്ടി ഏകദേശം റണ്ണായി തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലയക്കുക, മെല്ലെ ആക്സിലറേറ്റർ മാത്രം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി ഞാൻ വീണ്ടും നിർത്തുകയാണ്. ഓക്കെ, നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടണം, ബ്രേക്ക് ചവിട്ടണം. ഓക്കെ, ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വണ്ടി എങ്ങനെയാണ് മുന്നോട്ടെടുക്കുന്നത്. പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്കൊന്നും പോകുവാനായിട്ട് പാടില്ല. തേർഡ് ഗിയറിൻ്റെ കാര്യം പറഞ്ഞത്, അതായത് ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന് തന്നെയാണ് തേർഡ് ഗിയർ കിടക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിന് പകരം തേർഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കാൻ നോക്കിയാൽ വണ്ടി ഓഫ് ആയി പോകും. എപ്പോൾ നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴും കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 2, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി വളരെ എളുപ്പത്തിൽ തന്നെ ഓഫാകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ഇവയുടെ ഉപയോഗം കൃത്യമായിട്ടും ചെയ്യുക. അതായത് വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്നു. എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഒരു കാരണവശാലും പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുവാൻ പാടില്ല. പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ സംഭവിക്കുന്നത് വണ്ടി ഓഫായി പോകും. അതായത് നിർത്തിക്കിടക്കുന്ന ഒരു വണ്ടിയെ നമുക്ക് പതുക്കെ റൺ ചെയ്തെടുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വണ്ടിക്ക് ഒരു അനക്കം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അനക്കം നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അതിനെന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി മെല്ലെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങുന്നു. വണ്ടിയുടെ ടയറിന് റണ്ണിങ് കൂടുന്നതിനനുസരിച്ച് വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് കൊടുക്കുക. അപ്പം മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതൊരു കാര്യം.
ഇനി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതിനോടൊപ്പം തന്നെ ആക്സിലറേറ്ററും കൊടുക്കുക. ആക്സിലറേറ്റർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്ന ആ ടൈമിങ്ങിൽ നിങ്ങൾ ആക്സിലറേറ്ററും മുന്നോട്ട് കൊടുത്തിരിക്കണം. അതായത് ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ അയക്കുന്നു, ആ സെയിം അളവിൽ തന്നെ ആക്സിലറേറ്ററും മുന്നോട്ട് കൊടുക്കുക. ഈ രണ്ടിൻ്റെ അളവ് കൃത്യമായിട്ടും വന്നാൽ നിങ്ങൾക്കൊരു വണ്ടി ഓഫ് ആകാതെ വളരെ നല്ല രീതിയിൽ തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. ക്ലച്ചിൽ നിന്ന് മാത്രം കാലയച്ചല്ല വണ്ടി മുന്നോട്ട് എടുക്കേണ്ടത്, ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും അതോടൊപ്പം തന്നെ ആക്സിലറേറ്ററും മുന്നോട്ട് കൊടുത്ത് മാക്സിമം സ്ലോയിൽ വണ്ടിക്ക് റണ്ണിങ് നിങ്ങൾ ആക്കിയെടുക്കുക. വണ്ടി ഏകദേശം ഒന്ന് റണ്ണായതിനു ശേഷം പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാല് മാറ്റുക, വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. അതിനുശേഷം വണ്ടിയുടെ ഒരു സ്പീഡ് ഒരു 10 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ ആയതിനു ശേഷം മാത്രം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുക, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വണ്ടി റണ്ണായതിനു ശേഷം പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതിന് കുഴപ്പമില്ല, കാരണം നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണം, വണ്ടിക്ക് ഓൾറെഡി റണ്ണിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഒരു 10 കിലോമീറ്റർ ഒക്കെ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വണ്ടി നമ്മൾ തുടക്കത്തിലെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം സ്ലോയിൽ വണ്ടിക്ക് റണ്ണിങ് ആക്കി എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക, അതോടൊപ്പം തന്നെ മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, അതോടൊപ്പം സെയിം അളവിൽ തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, നിങ്ങൾ പലപ്പോഴും തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം വേറൊന്നുമല്ല, വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് മിക്കവാറും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുവാനായിട്ട് മറന്നുപോകും. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തം കൊണ്ട് വണ്ടി ഓഫ് ആകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ടും റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഒരു നിരപ്പത്താണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വളരെ എളുപ്പത്തിൽ ഓഫ് ആകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും ഒരു വണ്ടി എങ്ങനെയാണ് നമുക്ക് ഓഫ് ആകാതെ മുന്നോട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് വണ്ടി ഒരു നിരപ്പത്ത് കിടക്കുന്ന ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഗിയറിന് പകരം നിങ്ങൾ ചിലപ്പോൾ തേർഡ് ഗിയർ ഇട്ടിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കും. ഇത് തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് എടുക്കത്തില്ല. അതിന് പിന്നിലെ കാര്യം ഫസ്റ്റ് ഗിയറിന്റെ അത്ര ഒരു പവർ തേർഡ് ഗിയർ ഇല്ല. തേർഡ് ഗിയറിന് നല്ല പവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റൺ ചെയ്ത് മൂവ്മെന്റ് ആയതിനു ശേഷം നമ്മൾ ഓരോ ഗിയർ കൊടുത്താണ് തേർഡ് ഗിയറിലേക്ക് എത്തുന്നത്. അത് റോഡിന്റെ അവസ്ഥ നല്ല നിരപ്പാണെങ്കിൽ മാത്രമാണ് അങ്ങനെ എത്തുന്നത്. എന്നാൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണം. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ, എൻ്റെ ഫാദറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അനൗൺസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ആ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. നല്ല ഒരു ചാനലാണ്, നിങ്ങളൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് സാഹിത്യ മാറ്ററുകളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോകളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അനൗൺസ്മെന്റിന്റെ പഴയ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പുതുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ഒരു അനൗൺസറാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.